സംസ്ഥാനത്തെ നിർമ്മാണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ എന്ന ലെൻസ്ഫെഡ് ആരോപിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ലെൻസ്ഫെഡ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ നിർമ്മാണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണമില്ലാത്ത വിലവർധന, ലഭ്യതക്കുറവ്, തൊഴിലാളികളുടെ ക്ഷാമം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവ മേഖലയെ സ്തംഭനാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ തന്നെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നത് നിർമ്മാണ മേഖലയാണ്. നിർമ്മാണ മേഖല മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ ആകെ വില ദൈനംദിനം അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുവാൻ തൊഴിലാളികളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥ നിർമ്മാണ മേഖലയെ പിറകോട്ടടിക്കുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെയാണ് നിർമ്മാണ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ അനിയന്ത്രിതമായ വിലവർധനവും മുൻനിർത്തിക്കൊണ്ട് ലെൻസ്ഫെഡ് സമരപരിപാടികൾക്ക് വളരെ മുൻപ് തന്നെ ആലോചിച്ചിരുന്നതാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാരുകൾ വരുമ്പോഴേക്കും അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന തരത്തിൽ മാറ്റിവെച്ചതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മേഖല മുന്നോട്ട് പോകാത്ത തരത്തിലേക്ക് വീണ്ടും പ്രതിസന്ധിയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും സമരരംഗത്തേക്കും അധികാരികളുടെ മുന്നിൽ നിവേദനങ്ങളുമായിട്ടൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് പല കാരണങ്ങൾ അവർ മുൻനിർത്തിക്കൊണ്ട് കോപ്പറിൻ്റെ വിലവർധന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങളുടെ വില 10% മുതൽ 40% വരെ വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാത്തരം നിർമ്മാണ സാമഗ്രികളും ഈ വിലക്കയറ്റത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. നമുക്ക് ലഭ്യമായ പുഴമണലടക്കം ശേഖരിച്ചുകൊണ്ട് പരിഹാരം കാണാമെന്നിരിക്കെ ആ മണൽ മേഖലയിൽ ഒരു പരിഹാരം കാണാമെന്നിരിക്കെ അതിനാവശ്യമായ യാതൊരു നടപടികളും നാളെ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ആഗോള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധനവിലയും ഗ്യാസ് ലഭ്യതയും പ്രതിസന്ധിയിലായതോടെ നിർമ്മാണ വസ്തുക്കളുടെ വിലയിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റീൽ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിർമ്മാണ വസ്തുക്കളുടെ വില നിയന്ത്രണത്തിനായി പ്രത്യേക നിരീക്ഷണ സംവിധാനം രൂപീകരിക്കണമെന്നും കുത്തക നിയന്ത്രണങ്ങളും കൃത്രിമ വിലവർധനയും തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തൊട്ടാകെ ഉൽപാദന യൂണിറ്റുകൾ പുനരാരംഭിക്കാൻ പ്രോത്സാഹനം നൽകണമെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ്, ജില്ലാ സെക്രട്ടറി ബെൻസ്ലി എഡി, ട്രഷറർ ആൻഷിവിൻ ദേവസ്യ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ജയകുമാർ, സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അംഗം വർഗീസ് സാമുവൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ VD ജയകുമാർ, മനു മോഹൻ, R പ്രദീപ്, ബിന്ദു P, ജഫിൽ ജമാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.